ടു ബി ഗ്ലോറിഫൈഡ്, ദൈവമഹത്വത്തിനായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. ഇന്ന് ലോകമെമ്പാടും അനേകം ക്രൈസ്തവരെ, അനേകം വിശ്വാസികളെ അടിമയാക്കി തീർത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാപമാണ് മദ്യപാനത്തിൻ്റെ പാപം. നല്ലൊരു ശതമാനം ക്രൈസ്തവരും വിശ്വാസികളും ഇന്ന് ഈ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലാണ് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മദ്യപാനമാണ് അനേകം കുടുംബങ്ങൾ തകരുവാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇന്ന് ലോകമെമ്പാടും നോക്കുമ്പോൾ അനേകം ദാമ്പത്യ ബന്ധങ്ങൾ തകരുവാനും അനേകം ദാമ്പത്യ ബന്ധങ്ങൾ വേർപിരിയുവാനും ഇടയായി തീരുന്നത് മദ്യപാനമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. അനേകം സുഹൃത്ത് ബന്ധങ്ങൾ, അനേകം രക്തബന്ധങ്ങൾ മദ്യപാനത്തിലൂടെ തകരുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു പൈശാചിക പ്രവൃത്തിയാണ്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. മദ്യത്തിൻ്റെ ദുരാത്മാവാണ് നമ്മിലൂടെ പ്രവർത്തിച്ച് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും എല്ലാ മേഖലകളിലും നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങളുടെ തഴക്കമായ ഒരു ദുശീലമായി മദ്യപാനം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആയിട്ടുണ്ടായിരിക്കാം. ഇന്ന് പലർക്കും മദ്യമില്ലാതെ ഒരു ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രഭാതം ഉണർന്നു കഴിഞ്ഞാൽ മദ്യപിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ശരീരം നേരെ നിൽക്കൂ എന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന എന്തുമാത്രം പേരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് വലിയ പരിതാപകരമായ വലിയൊരു പാപത്തിൻ്റെ അവസ്ഥയാണ്, ബന്ധനമാണ്. ഇന്ന് ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു നിങ്ങളീ തിരുവചനം ആത്മാർത്ഥമായി കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളീ തിരുവചനം ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നുവെങ്കിൽ, ദൈവം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ എത്ര തഴക്കമായ മദ്യത്തിൻ്റെ ദുശീലത്തിൻ്റെ കെട്ടുകളാണേലും നിങ്ങൾ പല പ്രാവശ്യം തീരുമാനമെടുത്തിട്ടും ഉപേക്ഷിക്കാൻ പറ്റാതെ നിങ്ങളെ വരിഞ്ഞ് മുറുക്കി ഈ പാപത്തിൻ്റെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന ബന്ധനാവസ്ഥയാണേലും ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ കെട്ടുകളെ കർത്താവ് അഴിച്ചുവിടുവാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ മദ്യപാനത്തിന് ദുശീലത്തിൽ നിന്ന് ജീവിക്കുന്നവനായ കർത്താവ് ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയിലൂടെ വിടുവിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ 12 തിരുവചനങ്ങൾ എടുത്തുകൊണ്ട് ഈ മദ്യപാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്, ഈ മദ്യപാനത്തെക്കുറിച്ച്, മദ്യപാനത്തിൻ്റെ അപകടത്തെക്കുറിച്ച്, മദ്യപാനം നമ്മളിൽ വരുത്തുന്ന നാശത്തെക്കുറിച്ച്, ദുരിതത്തെക്കുറിച്ച്, തകർച്ചയെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 12 കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എഫെസോസ്യർക്കെഴുതിയ ലേഖനം അധ്യായം 5 വചനം 18.
നിങ്ങൾ മദ്യം കഴിച്ചുന്മത്തരാകരുത്, അത് നാശമാണ്. ഒരു വാണിങ് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുകയാണ്. മദ്യം കഴിച്ചു കഴിയുമ്പോൾ, അതെൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ, എൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ മാറി ഞാനൊരു ഉന്മാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് വചനം പറയുകയാണ്, നീ മദ്യം കഴിച്ചുന്മത്തരാകരുത്. ആ ഉന്മത്താവസ്ഥ അത് ബന്ധങ്ങളെ ശിഥിലമാക്കും, ദാമ്പത്യ ബന്ധങ്ങളെ ശിഥിലമാക്കും, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും, വ്യക്തിബന്ധങ്ങളെ ശിഥിലമാക്കുമെന്ന വചനം പറയുകയാണ്. അങ്ങനെ നീ മദ്യം കഴിച്ചുന്മത്തരായിത്തീർന്നാൽ അത് നിന്റെ നാശത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ മദ്യപാനം എന്നെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്ന് എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വചനം 18 പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. എൻ്റെ ആത്മീയ ജീവിതം തകരുന്നു, എൻ്റെ ദാമ്പത്യ ജീവിതം തകരുന്നു, എൻ്റെ കുടുംബജീവിതം തകരുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി എല്ലാ രീതിയിലും എല്ലാ വിധത്തിലും എന്നെ തകർച്ചയിലേക്ക് മദ്യപാനം കൊണ്ടുവരുന്നു, എന്നെ നാശത്തിലേക്ക് മദ്യപാനം കൊണ്ടുവരുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വചനം 21 പ്രകാരം വെളിപ്പെടുത്തി തരികയാണ്, മദ്യപാനി ഒരു നാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 1 കൊരിന്ത്യർ അധ്യായം 6 വചനം 10 ഇപ്രകാരം വെളിപ്പെടുത്തി തരികയാണ്, മദ്യപാന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഈ 2 തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, മദ്യപാനി ഒരു നാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം കൊടുക്കുന്ന വ്യക്തി ഒരു നാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം വിൽക്കുന്ന വ്യക്തി ഒരു നാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം കഴിക്കുന്ന വ്യക്തി ഒരു നാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം ഈ മദ്യപാനം മൂലം ഞാൻ അറിഞ്ഞോ അറിയാതെയോ അനേകം ബന്ധങ്ങൾ തകരുവാനിടയായിത്തീർന്നിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയുമായി, എൻ്റെ മക്കളുമായി, എൻ്റെ പേരൻസുമായി, എൻ്റെ രക്തബന്ധത്തിലുള്ള സുഹൃത്തുക്കളുമായി ഒക്കെ അനേകം പേരുമായിട്ട് എൻ്റെ ബന്ധങ്ങൾ തകരുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം തകരുന്നു, എൻ്റെ പ്രാർത്ഥനാ ജീവിതം തകരുന്നു. അങ്ങനെ മദ്യപാനം എല്ലാ വിധത്തിലും എന്നെ തകർക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മദ്യപാനി ഒരു നാളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, മൂന്നാമതായി ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സുഭാഷിതം 23-ാം അധ്യായം 32-ാം തിരുവചനം, മദ്യം പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യുന്നു. തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്, മദ്യം പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യുന്നു. ഒരണലിപ്പാമ്പിൻ്റെ കൊത്തേറ്റ് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മരണം സംഭവിക്കുന്നു. ഒരു പാമ്പിൻ്റെ വിഷമുള്ള ഒരു പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഏതാനും നിമിഷം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മരണം സംഭവിക്കുന്നു. ഈ 2 കാര്യങ്ങൾ എടുത്തുകൊണ്ട് ദൈവവചനം വെളിപ്പെടുത്തി തരികയാണ്. പാമ്പിൻ്റെ വിഷം അത് കടികെട്ടിയ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറി ആ വ്യക്തിയുടെ ജീവനെ മരണത്തിലേക്ക് നയിക്കുന്നത് പോലെ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് മദ്യത്തിൻ്റെ വിഷം കടന്നു വന്ന് ആ വ്യക്തിയെ ഒരു പാമ്പിനെ പോലെയാക്കി തീർക്കുന്നു, ഒരു അണലിപ്പാമ്പിനെ പോലെയാക്കി തീർക്കുന്നു. മദ്യം കഴിക്കുന്ന വ്യക്തി
ഒരണലിപ്പാമ്പ് പോലെയാണ് എന്നാണ് തിരുവചനം പറയുക. പിന്നെ ആ അണലിപ്പാമ്പിൻ്റെ സ്വഭാവം അതടുത്തേക്ക് വരുന്നവരെയെല്ലാം കൊത്തും. പ്രിയമുള്ളവരെ, മദ്യം കഴിച്ചതിൻ്റെ പരിണിത ഫലമായി അനേകരെ നമ്മൾ കൊത്തിയിട്ടില്ലേ? ആ കൊത്തിയതിൻ്റെ ഫലമല്ലേ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോയത്, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയത്, സുഹൃത്ത് ബന്ധങ്ങൾ തകർന്നു പോയത്, രക്തബന്ധങ്ങൾ തകർന്നു പോയത്. നമ്മുടെ ബന്ധം തന്നെ, നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോയത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മദ്യമെന്ന വിഷം നമ്മുടെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ഒരണലിപ്പാമ്പായിട്ട് മാറുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്വന്തം ഭാര്യയെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്വന്തം മാതാപിതാക്കന്മാരെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, എന്തുമാത്രം കുടുംബിനികളാണ് ഇന്ന് കണ്ണീരിൽ കഴിയുന്നത്. ധ്യാനത്തിൻ്റെയൊക്കെ അവസരത്തിൽ കൗൺസിലിങ്ങിനായിട്ട് കടന്നു വരുമ്പോൾ എന്തുമാത്രം കുടുംബിനികളാണ് കണ്ണീരും കയ്യുമായി വർഷങ്ങളുടെ പഴക്കമുള്ള ദുശീലത്തിൻ്റെ അടിമയായി തീർന്ന ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുക. ആ മദ്യപാനം മൂലം ഇതാ ആ ഭാര്യയ്ക്ക് സ്വസ്ഥമായിട്ട് ആ കുടുംബത്തിൽ കിടന്നൊന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്നുമാത്രം മക്കളാണ് കണ്ണീരും കയ്യുമായിട്ട് വേദനയുമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ഓരോ മദ്യപാനിയും ചിന്തിക്കണം. ഞാൻ വിവാഹമെന്ന കുദാശയിലൂടെ അതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, എന്നെ അറിഞ്ഞിട്ടില്ലാത്ത ആ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഇതാ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച്, സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്ന് എന്നോടൊപ്പം ജീവിത പങ്കാളിയായി ഭാര്യയായി എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന വ്യക്തി എൻ്റെ സംരക്ഷണ വലയം ആശ്രയിച്ചു വന്നതാണ്, എൻ്റെ സ്നേഹം ആശ്രയിച്ചു വന്നതാണ്, എന്നോടൊന്നിച്ച് ജീവിക്കുവാനായിട്ട് കടന്നു വന്നതാണ്. എന്നാൽ എൻ്റെ മദ്യപാനം മൂലം പ്രിയമുള്ളവരെ, ഒരു കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ, ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനായിട്ടൊരു സ്വാർത്ഥത അവിടെ ഉണ്ടാകാൻ പാടില്ല. ഭർത്താവിനായിട്ട് മാത്രം ഏകാന്തമായ ഒരു സുഖത്തിൻ്റെ അവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. ഭർത്താവിനായിട്ട് മാത്രം ജഡികമായ ഒരു സുഖത്തിൽ ജീവിക്കുവാനായിട്ട് അവിടെ പാടില്ല. മദ്യപാനം എന്ന് പറയുന്നത് അതെൻ്റെ സ്വാർത്ഥതയാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ പണമാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്, ഞാൻ കുടിക്കും, ഞാൻ ഈ കുടുംബത്തിൻ്റെ നാഥനാണ്, ഭർത്താവാണെന്ന് പറയുന്നിരിക്കാം. പക്ഷെ ഞാൻ ഓർക്കുക, എൻ്റെ യാത്ര ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഓടുന്നുവെങ്കിൽ അത് ലക്ഷ്യമില്ലാത്തൊരു വള്ളം, ഒരു വണ്ടി നീങ്ങുന്നത് പോലെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ പോയി അപകടത്തിൽപ്പെടും. പ്രിയമുള്ളവരെ, എത്രയോ കുടുംബങ്ങൾ തകർന്നത് ഞങ്ങൾക്കറിയാം. എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ പുറത്താരോടും പറയാതെ മാന്യതയിൽ കുടുംബത്തിൽ മറ്റാരോടും പങ്കുവയ്ക്കാതെ ആ കുടുംബത്തിൽ കണ്ണീരും കയ്യുമായിട്ട് മാറുന്ന, വേദനയുമായിട്ട് മാറുന്ന എത്ര ഭാര്യമാരെ നമ്മുടെ കുടുംബങ്ങളിൽ അവർ കഴിഞ്ഞുകൂടുന്നുണ്ട്. പ്രിയമുള്ളവരെ, മദ്യപിക്കുന്ന ഒരു ഭർത്താവിനെ 99.9% ഭാര്യമാർക്കും താല്പര്യമില്ല, ഇഷ്ടമില്ല. നിങ്ങളെ അല്ല ഇഷ്ടമില്ലാത്തത്, ഭർത്താവിനെ അല്ല ഇഷ്ടമില്ലാത്തത്, ഭർത്താവിൻ്റെ മദ്യപാനത്തെ ഇഷ്ടമില്ല. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മദ്യപാനത്തെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഭാര്യയെ തന്ന എൻ്റെ ദൈവം, എനിക്ക് ആയുസ്സിനെ തന്ന എൻ്റെ ദൈവം, ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ആ വചനത്തിന് വിരുദ്ധമായ ഈ പ്രവൃത്തി ഒരു നാളും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരായുസ് മാത്രമല്ലേ നമുക്കുള്ളൂ. ഏതാനും വർഷങ്ങൾ, 10, 30, 40, 50 വർഷക്കാലം എൻ്റെ ജീവിത പങ്കാളിയും മക്കളും ഒത്തിച്ച് ഞാൻ ജീവിക്കുക.
അങ്ങനെ ജീവിക്കുന്ന ആ ദിവസം ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓരോ മണിക്കൂറും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമാധാനപരമായ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഞാൻ മദ്യപിച്ച് എൻ്റെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കി, ഞാൻ മദ്യപിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്ന് ഓരോ രാത്രികളും ഓരോ ദിവസങ്ങളും നരകതുല്യമായ ദിവസങ്ങളാക്കി, നരകതുല്യമായ മണിക്കൂറുകളാക്കി, രാത്രികളാക്കി ഒരിക്കലും നമ്മൾ മാറ്റരുതേ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാലാമതായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 7 മുതൽ 8 വരെ തിരുവചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തി തരികയാണ്. അവർ ലഹരി പിടിച്ച് ആടിയുലയുന്നു, മദ്യം അവരെ വഴിതെറ്റിക്കുന്നു, എല്ലാ മേശകളും ഛർദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല. ഒരു മദ്യപിക്കുന്ന വ്യക്തിയുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്. അവർ ലഹരി പിടിച്ചാടയുലിയുന്നു, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന റോഡിന് വീതി പോരാ, നടക്കുന്ന വാതിലിന് വീതി പോരാ, നാം ആടിയുലയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. മദ്യം അവരെ വഴിതെറ്റിക്കുന്നു. ഏതെല്ലാം തെറ്റായ വഴികളിലേക്ക്, ഏതെല്ലാം തെറ്റായ പാപങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നതിൻ്റെ കാരണം, അടിസ്ഥാനപരമായ കാരണം മദ്യപാനമാണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. മദ്യം അവരെ വഴിതെറ്റിക്കുന്നു. അനേകം ജടികമായ രഹസ്യമായ പാപങ്ങളിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുവാൻ മൂലകാരണം മദ്യമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. എല്ലാ മേശകളും ഛർദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മദ്യം ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവമാണ് ഛർദിക്കുക, ഒമിറ്റ് ചെയ്യുക, വാള് വെക്കുക എന്ന് പറയും മലയാളത്തിൽ. അത് കോരേണ്ട ചുമതല ആർക്കാണ്? കുടുംബത്തിലാണെങ്കിൽ അത് ഭാര്യയ്ക്കാണ്. പ്രിയമുള്ളവരെ, എത്ര പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയെന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മലിനമില്ലാത്ത ഒരു സ്ഥലവുമില്ല. എല്ലാ മേഖലകളും മലിനമായി തീരുന്നുവെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സുഭാഷിതം 23-ാം അധ്യായം 29 മുതൽ 30 വരെ തിരുവചനങ്ങൾ ഒരു മദ്യപാനിയുടെ അവസ്ഥയെക്കുറിച്ച് വീണ്ടും തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്. സുഭാഷിതം 23-ാം അധ്യായം 29 മുതൽ 30 വരെ തിരുവചനങ്ങൾ. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? അകാരണമായ മുറിവുകളുള്ളത് ആർക്കാണ്? ചുമന്നു കലങ്ങിയ കണ്ണുകളുള്ളത് ആർക്കാണ്? മദ്യം കഴിച്ച് സമയം കളയുന്നവർക്കും മദ്യം കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ എത്രയോ വ്യക്തമായിട്ടാണ് തിരുവചനം വെളിപ്പെടുത്തി തരിക. ആർക്കാണ് ദുരിതമുണ്ടാകുന്നത്? ആരുടെ കുടുംബത്തിലാണ് ദുഃഖം കടന്നു വരുന്നത്? ആരുടെ ജീവിതത്തിലാണ് കലഹം കടന്നു വരുന്നത്? ആരുടെ ജീവിതത്തിലാണ് ആവലാതികൾ ഉണ്ടാകുന്നത്? മദ്യത്തിൽ ജീവിക്കുന്നവർക്കാണ്, മദ്യം കഴിക്കുന്നവർക്കാണ് എന്ന് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അകാരണമായ മുറിവുകൾ ആർക്കാണ്? പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയുക, നാം മദ്യപിക്കുന്നത് വഴി നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് അനേകം അകാരണമായ മുറിവുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്.
അടുത്ത വചനം പറയുകയാണ്, ചുമന്ന് കലങ്ങിയ കണ്ണുകളുള്ളത് ആർക്കാണ്? ചുമന്ന് കലങ്ങിയ കണ്ണുകളുള്ളത് ആർക്കാണ്? മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് ഉപ്പന്റെ കണ്ണ് പോലെ ചുമന്നിരിക്കുമെന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വീണ്ടും പറയുകയാണ്, മദ്യം കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. അപ്പോൾ ദുരിതം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, കലഹം നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു, ആവലാദികൾ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു, അകാരണമായ മുറിവുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു. ചുമന്നു കലങ്ങിയ കണ്ണുകളുള്ളവരായിട്ട് നമ്മൾ തീരുന്നു. പ്രിയമുള്ളവരെ, ആകയാൽ ഈ തിരുവചനത്തിലൂടെ മദ്യത്തിൻ്റെ വലിയ ഗൗരവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആറാമതായി സുഭാഷിതം 23-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാരം വെളിപ്പെടുത്തി തരികയാണ്, മദ്യപാൻ ദാരിദ്ര്യത്തിൽ അകപ്പെടും. മദ്യ പിടിച്ചു മയക്കുന്നവർ കീറത്തുണി ഉടക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, വളരെ വലിയൊരു സത്യമല്ലേ ദൈവത്തിൻ്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരിക. മദ്യപാൻ ദാരിദ്ര്യത്തിൽ അകപ്പെടും. മദ്യം വഴി സ്വന്തം കിടപ്പാടം പോലും വിറ്റവരെ എത്ര പേരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷേ മദ്യപാനം മൂലം, കൂട്ടുകാരുടെ മദ്യം ഒരുമിച്ച് കഴിക്കൽ മൂലം ആ സ്ഥലങ്ങളെല്ലാം വിറ്റ് അവസാനമുണ്ടായിരുന്ന സ്വന്തം ഭവനം പോലും വിറ്റ്, അവസാനമുണ്ടായിരുന്ന ഭാര്യയുടെ സ്വർണ്ണ ആഭരണം പോലും വിറ്റ് ദാരിദ്ര്യത്തിൽ അകപ്പെട്ട, ഇന്ന് റെന്റിന് വാടകയ്ക്ക് താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളെ, എത്രയോ വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒരു വ്യക്തിയുടെ മദ്യപാനത്തെ കൊണ്ടെത്തിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. വലിയ സാമ്പത്തിക കടങ്ങൾ അതുവഴി വന്ന് ആ കുടുംബത്തെ നിയന്ത്രിക്കുന്നതായിട്ട് മാറുന്നു. മക്കളെ പഠിപ്പിക്കുവാനായിട്ട് പണമില്ല, സ്വന്തം മക്കളെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് പണമില്ലാത്ത അവസ്ഥ. എല്ലാം കുടിച്ച് നശിപ്പിച്ചിരിക്കുന്നു, എല്ലാം കുടിച്ച് നശിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്രയോ കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും എങ്ങനെ തകർന്നു കിടക്കുന്നത്, തകർന്നു പോയത് എന്ന് നമ്മൾ തിരിച്ചറിയാണ്ടേ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏഴാമതായി പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചന പ്രകാരം വെളിപ്പെടുത്തി തരികയാണ്, മദ്യപാനിയായ തൊഴിലാളി ഒരു കാലത്തും സമ്പന്നനാകുകയില്ല. മദ്യപാനിയായ തൊഴിലാളി ഒരു കാലത്തും സമ്പന്നനാകുകയില്ല. മദ്യം കൊടുക്കുന്ന വ്യക്തി, മദ്യം വിൽക്കുന്ന വ്യക്തി ഒരു കാലത്തും സമ്പന്നനായി തീരാനായിട്ട് പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മദ്യം വിറ്റ് ബാറുകൾ നടത്തി, മദ്യം വിറ്റ് ബാറുകൾ നടത്തി കോടികൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിരിക്കാം. വലിയ മാളികകൾ പണിതതിൽ താമസിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചേക്കാം. എന്നാൽ ഞാൻ തിരിച്ചറിയുക, ഇത് ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തിയായതുകൊണ്ട് അനേകരുടെ നിലവിളിയുടെ, കണ്ണുനീരിൻ്റെ, കുടുംബം തകർന്നതിൻ്റെ, പ്രാക്കിൻ്റെ ഒരു ഫലമാണ് എൻ്റെ ഈ സമ്പത്ത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ സമ്പത്തിന് ഒരിക്കലും എന്നേക്കും അതിന് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് ഇന്നല്ലെങ്കിൽ തകരും, പരാജയപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, മദ്യം വിൽക്കുന്നവൻ്റെ വീട്ടിൽ ഒരു നാളും ആത്യന്തികമായ സമാധാനം ഉണ്ടാകുകയില്ല, ഒരു നാളും ആത്യന്തികമായ സന്തോഷം ഉണ്ടാകുകയില്ല. ഞാൻ വളരെ തുറന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ഇന്ന് എത്രയോ ക്രൈസ്തവര് മൗദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായവര് ഇതര ക്രൈസ്തവ സഭ വിഭാഗങ്ങളിൽ ജീവിക്കുന്നവര്, എത്രയോ ക്രൈസ്തവര്, എത്രയോ വിശ്വാസികള് മദ്യം വിൽക്കുന്ന വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നു, ബാറുകളുടെ ഉടമകളായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയുക, ഈ ബാറിലൂടെ ഉണ്ടാക്കുന്ന പണം ഒരിക്കലും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അത് ഉതകുകയില്ല. അത് അനേകരുടെ കുടുംബങ്ങൾ തകർന്ന പണമാണ്, അനേകരുടെ കുടുംബിനികളുടെ കണ്ണുനീരിൻ്റെ ഫലമാണ്, അനേകം ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നതിൻ്റെ ഫലമാണ്, അനേകം മക്കളുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് ഞാൻ സേവ് ചെയ്യുന്ന മദ്യത്തിലൂടെ ഉണ്ടാക്കുന്ന പണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ മദ്യം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, മദ്യം വിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ മദ്യപാനമെന്ന വിൽപ്പനയിൽ നിന്ന്, ആ മദ്യപാനമെന്ന വിൽപ്പനയിൽ നിന്ന് ഞാൻ മോചനം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എത്രയോ വ്യക്തികൾ എനിക്കറിയാം, ധ്യാനമൊക്കെ കൂടി അവർക്ക് ആത്മീയ ബോധ്യം കിട്ടിയപ്പോൾ, ആത്മീയ ജ്ഞാനം കിട്ടിയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടായിരുന്ന ബാറുകൾ പോലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളെ എനിക്കറിയാം. എത്രയോ വ്യക്തികള് അമേരിക്കയില് മദ്യത്തിന്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നവര് ധ്യാനം കൂടിയതിന്റെ ഫലമായി അവർ ആ മദ്യത്തിന്റെ ഷോപ്പുകൾ നിർത്തിയവരെ എനിക്കറിയാം. ഇന്ന് വിദേശ രാജ്യങ്ങളില് മദ്യത്തിന്റെ ഷോപ്പുകൾ നടത്തുന്ന നമ്മുടെ ക്രൈസ്തവരായ വ്യക്തികൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ചെയ്യുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുണ്ടാക്കുന്ന പണം ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല. മദ്യത്തിന്റെ ലഹരിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. എട്ടാമതായി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായം 11-12 തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു സത്യം, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി രാവിലെ ഉണരുകയും മദ്യം കഴിച്ചു മരിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകൾ നോക്കുകയോ ചെയ്യുന്നില്ല. ആദ്യത്തെ വചനം പറയുകയാണ്, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി രാവിലെ ഉണരുകയും. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല രാവിലെ ഉണർന്നത്, വചനം വായിക്കാൻ വേണ്ടിയല്ല രാവിലെ ഉണർന്നത്, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ വേണ്ടിയല്ല രാവിലെ ഉണർന്നത്. അവര് രാവിലെ ഉണർന്നത് എന്തിനു വേണ്ടിയാണ്? മദ്യം കഴിച്ച് മരിക്കാൻ വേണ്ടി. ഉറങ്ങാതിരിക്കുന്നവർക്കും ദുരിതം. രാവിലെ അവർ ഉണരുന്നത് മദ്യം കഴിക്കാൻ വേണ്ടി, അവർ ഉറങ്ങാതിരിക്കുന്നത് മദ്യം കഴിക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് ദുരിതമാണ് എന്ന് തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകൾ നോക്കുകയോ ചെയ്യുന്നില്ല എന്ന് തിരുവചനം വെളിപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ പരിപാവനമായ അനുഗ്രഹത്തിൻ്റെ ആഘോഷങ്ങൾ പാപം വിളമ്പുന്ന ആഘോഷങ്ങളായി മാറാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലെ ഒരു മാമോദീസ, നമ്മുടെ കുടുംബത്തിലെ ഒരു സ്ഥൈര്യലേപനം, നമ്മുടെ കുടുംബത്തിലെ ഒരു വിവാഹ ഉറപ്പീര്, നമ്മുടെ കുടുംബത്തിലെ ഒരു വിവാഹ നിശ്ചയം, നമ്മുടെ കുടുംബത്തിലെ ഒരു വിവാഹം, നമ്മുടെ കുടുംബത്തിലെ ഒരു നല്ല ഒക്കേഷൻ, അതെല്ലാം ഇന്ന് പാപം വിളമ്പുന്ന ആഘോഷങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഇത് തെറ്റാണ് പ്രിയമുള്ളവരെ, ഇത് പാപമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ആഘോഷങ്ങൾ പാപം വിളമ്പുന്ന ആഘോഷങ്ങളായിട്ട് മാറരുതേ. അത് തെറ്റാണ്, അത് പാപമാണ്. അതിന് തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എത്രയോ വിവാഹങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ
അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ, നാം അധിവസിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു മാമുദീസ നടക്കുമ്പോൾ, ഒരു സ്ഥൈര്യലേപനം നടക്കുമ്പോൾ, ഒരു വിവാഹം നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കുമ്പോൾ, ഒരു ബർത്ത്ഡേ പാർട്ടി വെക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മദ്യമായിട്ട് മാറുന്നു. മദ്യം വിളമ്പിയില്ലെങ്കിൽ നമുക്കൊരു ദുരഭിമാനമാണ്. മറ്റുള്ളവരെന്ത് പറയും? പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പറയുന്നതനുസരിച്ചുള്ള ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. നാം മദ്യം വിളമ്പി ആ മദ്യം കുടിച്ച് സന്തോഷിച്ചു പോകുന്ന വ്യക്തികളാരും എൻ്റെ മരണശേഷം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ സഹായിക്കുവാനായിട്ടുണ്ടാകുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോകേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ബോധപൂർവമായൊരു തീരുമാനമെടുക്കണം. ഞാൻ ബോധപൂർവമായ ബോൾഡായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം. എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിനും, ഒരു മാമുദീസായിക്കും, ഒരു സ്ഥൈര്യലേപനത്തിനും, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കും, ഒരു ഒക്കേഷനും ഞാൻ മദ്യം വിളമ്പുകയില്ല എന്നുള്ള തീരുമാനം കർത്താവിൻ്റെ നാമത്തിലെടുത്ത് നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ ശുശ്രൂഷകളെ അനുഗ്രഹീത അഭിഷേക പൂർണ്ണമാക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നാം മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ മദ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രിഡ്ജുകളിൽ മദ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യം നമ്മുടെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ അടയ്ക്കപ്പെടും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ അടയ്ക്കപ്പെടുമെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ വീട്ടിൽ മദ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ അടയ്ക്കപ്പെടും. നമ്മൾ എത്ര വിളിച്ചു കുടുംബ പ്രാർത്ഥന നടത്തിയാലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അഭിഷേകവും നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയില്ല, ഒഴുകി വരികയില്ല. കാരണം അത് ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. എനിക്കറിയാം, അമേരിക്കയിൽ എത്രയോ കുടുംബങ്ങളിൽ ഞാൻ പോയപ്പോൾ എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരുടെ എല്ലാം ബേസ്മെൻറ്റുകൾ വലിയ ബാറുകളായിട്ട് അവർ തിരിച്ചിരിക്കുന്നു. അവിടെ കുടിക്കുവാനുള്ള അവസരങ്ങൾ, ഇതാ അനേകം കുപ്പികളുടെ ശേഖരങ്ങൾ, ഏത് ബ്രാൻഡ് വേണേലുമുണ്ട്. എത്ര സൈസ്, ഒരു വലിയ ബാറിനേക്കാൾ, ഓപ്പൺ ബാറിനേക്കാൾ വലിയ ബാറായിട്ട് ഇന്ന് പല ക്രൈസ്തവ കുടുംബങ്ങളുടെയും ബേസ്മെൻറ്റുകൾ മാറിയിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ എത്ര ദേവാലയത്തിൽ പോയാലും, എത്ര വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുത്താലും, എത്ര പ്രാവശ്യം കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാലും, എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ ചെയ്താലും, ഇന്ന് സഭയ്ക്കും സമുദായത്തിനും വേണ്ടി എത്ര ലക്ഷങ്ങൾ നിങ്ങൾ ഡൊണേഷൻ കൊടുത്താലും, സ്വർഗത്തിന്റെ കവാടങ്ങൾ മദ്യം ഇരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക്, മദ്യം ഉള്ള ഒരു ബാറുള്ള ഒരു കുടുംബത്തിലേക്ക്, മദ്യം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ബോൾഡായിട്ടുള്ള തീരുമാനമാണ് ആവശ്യം. മറ്റുള്ളവരെ നമ്മളെ അഭിമാനമുള്ളവരാക്കി കണക്കാക്കുന്നത് നമ്മൾ മദ്യം വിളമ്പി കൊടുത്തുകൊണ്ടല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിപാവനമായ നമ്മുടെ ക്രൈസ്തവ ആഘോഷങ്ങൾ, ഒരു ക്രിസ്മസ്, ഈശോ ജനിക്കുന്ന ആ ദിവസം, ഇതാ നമ്മുടെ ബാറുകളിൽ ക്രൈസ്തവരുടെ നീണ്ട ക്യൂ ആണ്. ക്രൈസ്തവരുടെ നീണ്ട ക്യൂ ബാറുകളിൽ ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഒരു ഈസ്റ്ററിൻ്റെ സമയത്ത് മദ്യം മേടിക്കുന്നവര് കേരളത്തിലെയൊക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ കോടിക്കണക്കിന് മദ്യമാണ് ഒരു ഈസ്റ്ററിൻ്റെ സമയത്ത്, ഒരു ക്രിസ്മസിൻ്റെ സമയത്ത്
അവിടെ വിൽക്കുന്നത് എന്നുള്ള കണക്ക് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആരാണ് അതിൽ ഭൂരിഭാഗവും വാങ്ങുന്നത്? അതിൽ ഭൂരിഭാഗവും വാങ്ങുന്നത് ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, 25 നോയമ്പ് വീടേണ്ടത് മദ്യം കഴിച്ചുകൊണ്ടല്ല. 50 നോയമ്പ് വീടേണ്ടത് മദ്യം കഴിച്ചുകൊണ്ടല്ല. 8 നോയമ്പ് വീടേണ്ടത് മദ്യം കഴിച്ചുകൊണ്ടല്ല. 25 ദിവസം വരെ കാത്തിരുന്നിട്ട് ആ നോയമ്പ് വീടുന്നത് മദ്യം പൊട്ടിച്ച്, 50 ദിവസം വരെ പിടിച്ചു നിന്നിട്ട് ആ നോയമ്പ് വീടുന്നത് മദ്യം കഴിച്ചിട്ട്, 8 ദിവസം വരെ നോയമ്പ് നോക്കിയിട്ട് അത് വീടുന്നത് മദ്യം കഴിച്ചിട്ട്. പ്രിയമുള്ളവരെ, എന്ത് പ്രയോജനം? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഒരു ക്രിസ്മസ് അത് അനുഗ്രഹം ഒഴുകി വരുന്ന ദിവസങ്ങളല്ലേ? ഒരു ഈസ്റ്റർ ലോകം മുഴുവൻ്റെ മേലും, എസ്പെഷ്യലി ഓരോ ക്രൈസ്തവ കുടുംബങ്ങളുടെ മേലും, ഓരോ വിശ്വാസിയുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ഒഴുകി ഇറങ്ങി വരുന്ന നിമിഷങ്ങളല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബോധപൂർവമായ തീരുമാനം നമ്മൾ എടുക്കുക. ഒരാഘോഷങ്ങളിലും ഞാൻ ഇനിമേൽ മദ്യം ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുക. നമ്മൾ ആ 25 നോയമ്പും 50 നോയമ്പും 8 നോയമ്പും കൂടുതൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നുകൊണ്ട് നമുക്ക് സഭ തന്നിരിക്കുന്ന ആ ദിവസങ്ങൾ, ആ നോയമ്പിൻ്റെ കാലഘട്ടങ്ങൾ കൂടുതൽ കൃപയിലും കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ അഭിഷേകത്തിലും കൂടുതൽ വചനധ്യാനത്തിലും വളരുവാനും ഉയരുവാനും സഭ തന്നിരിക്കുന്ന ഈ ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, 9-ാമതായി പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 25-ാം തിരുവചനം, മദ്യം കുടിച്ച് ധീരത പ്രകടിപ്പിക്കരുത്, മദ്യം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമുക്ക് ധീരത ഉണ്ടാകുന്നത്? പ്രിയമുള്ളവരെ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ക്രൈസ്തവൻ ധീരത പ്രകടിപ്പിക്കുവാനായിട്ട് ആശ്രയിക്കേണ്ടത് മദ്യത്തിലല്ല. അവൻ ആശ്രയിക്കേണ്ടത് ദൈവവചനത്തിലാണ്. അവൻ ആശ്രയിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. അവൻ ആശ്രയിക്കേണ്ടത് സഭയിലെ കൂദാശകളിലാണ്. അവൻ ആശ്രയിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്. അവൻ ആശ്രയിക്കേണ്ടത് ആത്യന്തികമായി ദൈവത്തിൻ്റെ ശക്തിയിലാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. മദ്യമല്ല നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം. വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ദാമ്പത്യ ബന്ധത്തിലൊരു പ്രശ്നമുണ്ടായി, ഉടനെ പോയി മദ്യപിക്കുകയല്ല പ്രശ്നത്തിന് പരിഹാരം. ഞാൻ മദ്യപിക്കും മൂലം ആ പ്രശ്നം തീരുകയല്ല, ആ പ്രശ്നം കൂടിക്കൂടി വരികയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, 10-ാമതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 34-ാം തിരുവചന പ്രകാരം വെളിപ്പെടുത്തി തരികയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ ആത്മാവ് ഒരു വാണിംഗ് നമുക്ക് നൽകിയ, നമ്മുടെ മനസ്സ് ദുർബലമായി തീരും, നമ്മുടെ ആത്മാവ് ദുർബലമായി തീരും. ഒരു കെണി പോലെ ആ ദിവസം, മരണത്തിൻ്റെ ദിവസം പെട്ടെന്ന് നമ്മുടെ മേൽ വന്ന് വീഴും. വചനം പറയുകയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായി തീരും. മദ്യം വഴി നിങ്ങളുടെ മനസ്സ് ദുർബലമായി തീരും, നിങ്ങളുടെ ആത്മാവ് ദുർബലമായി തീരും. മദ്യത്തിൻ്റെ അഡിക്ഷനിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിക്ക് ഒരു ബോൾഡായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റാതെ പതറി നിൽക്കുന്ന അനേകം വ്യക്തികളെ നമ്മൾക്ക് ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കില്ലേ? അവൻ്റെ ആത്മാവ് ദുർബലമായി തീർന്നു, ആത്മാവിൻ്റെ ശക്തീകരണം നഷ്ടപ്പെട്ടു പോയി, അവൻ ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും നാം മദ്യപിക്കരുതേ, ഒരിക്കലും നമ്മൾ മദ്യപിക്കരുതേ. മദ്യപാനം മൂലം ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ അഭിഷേകം
നമ്മുടെ മേൽ തടയപ്പെടുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. മദ്യം വഴി, മദ്യത്തിൻ്റെ ഓരോ ഔൺസ് വഴി നാം മനസ്സിലാക്കുക, നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ്സിൻ്റെ അവസാന മണിക്കൂറിൻ്റെ നിമിഷം വരെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നിശ്ചയിച്ച ആയുസ്സിനെ വെട്ടിക്കുറച്ച് ഈ ലോകത്തിൽ നിന്ന് വേർവിരിഞ്ഞു പോയ എത്രയോ വ്യക്തികളെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ്? അവരുടെ മദ്യത്തിൻ്റെ ശീലം മൂലമാണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. ആദ്യം ചെറുതായിട്ട് തുടങ്ങി, ഒരു രസത്തിന് തുടങ്ങി, അത് കഴിഞ്ഞ് കൂട്ടുകാരത്ത് തുടങ്ങി, അത് കഴിഞ്ഞ് പുറത്തു പോയി കുടിക്കാൻ തുടങ്ങി, അത് കഴിഞ്ഞ് ബാറുകളിൽ പോയിരുന്ന് കുടിക്കാൻ തുടങ്ങി. അങ്ങേത് മദ്യത്തിൻ്റെ ആസക്തി കൂടിക്കൂടി വന്ന്, ആ മദ്യം എൻ്റെ ഉള്ളിലേക്ക് വന്ന്, ആ ആസിഡ് എൻ്റെ ഉള്ളിലേക്ക് വന്ന് എൻ്റെ ഇന്നറായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ, എൻ്റെ ഇന്നറായിട്ടുള്ള അവയവങ്ങളെ എല്ലാം അത് നശിപ്പിച്ച് നിരവധിയായ മാരകമായ രോഗത്തിന് പോലും ഞാൻ അടിമയായി തീർന്നു. അങ്ങനെ എൻ്റെ ആയുസ്സിനെ ഞാൻ തന്നെ വെട്ടിക്കുറച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അനേകം വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, സ്വന്തം കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് അത് വലിയ തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. സ്വന്തം അപ്പൻ മക്കൾക്ക് ഊറ്റിക്കൊടുക്കുന്നു, സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് ഊറ്റിക്കൊടുക്കുന്നു. അങ്ങനെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് മദ്യപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മൾ അങ്ങനെ ആ മദ്യം നമ്മുടെ മക്കൾക്ക് ഊറ്റിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിഭേദം നമ്മൾ വല്ല വിഷവും മേടിച്ചു കൊടുക്കുന്നത് പോലെയാണ്. കാരണം നാം പങ്കുവെച്ച് കൊടുക്കുന്ന, നമ്മളെ മക്കൾ കുടിക്കുന്ന ആ ഓരോ ഔൺസിലൂടെയും ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ മദ്യത്തിന്റെ ആസക്തി കടന്നു വരികയും സാവധാനം പിശാച് ആ വ്യക്തിയെ മദ്യത്തിന്റെ ആസക്തിയിലേക്ക് നയിക്കുകയും മദ്യപാന ആസക്തിയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടു നയിക്കപ്പെടുകയും ചെയ്യും. അത് വലിയ തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആയുസ്സിനെ ഞാൻ തന്നെ വെട്ടിക്കുറയ്ക്കുന്നു. ഇത് ആത്മഹത്യയാണ്. നേരെ കെട്ടിത്തൂങ്ങുന്നത് മാത്രമല്ല ആത്മഹത്യ. ഞാൻ എൻ്റെ ആയുസ്സിനെ മദ്യം വഴി വെട്ടിക്കുറയ്ക്കുന്നത് ആത്മഹത്യയാണ്. ഇതാണ് ഒരു മാരകമായ പാപമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. 11-ാമതായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായം 22-ാം തിരുവചനം, മദ്യം കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തി കുടിക്കുന്ന വിരുദ്ധന്മാർക്കും ദുരിതം. എത്രയോ തരത്തിലുള്ള മദ്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഏത് തരത്തിലുള്ള മദ്യങ്ങൾ, പലതരത്തിലുള്ള മദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കലർത്തി കുടിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതും വചനം വെളിപ്പെടുത്തി തരികയാണ്. മദ്യം കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തി കുടിക്കുന്ന വിരുദ്ധന്മാർക്കും ദുരിതമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 12-ാമതായി അവസാനമായി തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 13 വചനം 13, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് പകലിന് യോജിച്ച വിധമായിരിക്കണം. അന്ധകാരത്തിന് യോജിച്ച വിധം നിങ്ങൾ പെരുമാറരുത്, ജീവിക്കരുത് എന്ന് പറയുകയാണ്. നിങ്ങൾ സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. നിങ്ങൾ മദ്യലഹരിയിൽ വ്യാപരിക്കരുത് എന്ന് തിരുവചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗമാണ്
വിശുദ്ധ അഗസ്റ്റിനെ വിശുദ്ധനാക്കി തീർത്തത്. ഒരിക്കൽ വിനായിലെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് പതിവിന് വിരുദ്ധമായി അവിടുത്തെ മെത്രാനായിരുന്ന ആംബ്രോസ് പിതാവ് ഒരു ദേവാലയത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അഗസ്റ്റിനെ ആ പ്രസംഗം ആകർഷിച്ചു. അദ്ദേഹം സാവധാനം ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹം ആ പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ ആ പ്രസംഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയോട് സംസാരിച്ചു. എനിക്കെല്ലാമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ജടിക പാപങ്ങളുണ്ട്, പാപസുഖങ്ങളിൽ ഞാൻ ജീവിക്കുന്നു, മദ്യപാനത്തിൽ ഞാൻ ജീവിക്കുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു സമാധാനം എനിക്ക് തന്നില്ലല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു സന്തോഷം എനിക്കില്ലല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിലില്ലല്ലോ. എനിക്കിത് തരുവാനായിട്ട് എൻ്റെ കർത്താവിന് മാത്രമേ സാധിക്കൂ. പ്രിയമുള്ളവരെ, അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് അതുവരെ എടുത്തിട്ടില്ലാത്ത, അതുവരെ വായിച്ചിട്ടില്ലാത്ത വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് അദ്ദേഹം ബൈബിൾ തുറന്നു. അങ്ങനെ ബൈബിൾ ആദ്യമായിട്ട് തുറന്നപ്പോൾ അഗസ്റ്റിൻ്റെ കണ്ണുകളിലേക്ക് കടന്നു വന്ന ആദ്യ തിരുവചനമാണ് റോമക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അതിനകത്ത് 13-ാം തിരുവചനത്തിലാണ് പറയുക, നിങ്ങൾ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത് എന്ന്. പ്രിയമുള്ളവരെ, ഒറ്റ തിരുവചനം വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്ന എല്ലാ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും അഗസ്റ്റിനെ വിടുവിച്ചു. ആ ഒറ്റ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗസ്റ്റിൻ്റെ മേൽ ഇറങ്ങി വന്നു. പിന്നെ നമ്മൾ കാണുന്നത് പഴയ അഗസ്റ്റിനെയല്ല, പുതിയ അഗസ്റ്റിനെയാണ്. സഭയിലെ ഏറ്റവും വലിയൊരു വിശുദ്ധനായി ആ അഗസ്റ്റിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, അഗസ്റ്റിൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മേലും കടന്നു വന്ന് എത്ര തഴക്കമുള്ള ദുശീലത്തിൻ്റെ മദ്യത്തിൻ്റെ കെട്ടുകളാണേലും ആ മദ്യപാനത്തിൻ്റെ ദുശീലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന അനുഗ്രഹീതമായ സമയമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ദൈവം നമുക്ക് തന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ ശരീരം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ ശരീരം നമ്മുടെ കർത്താവിൻ്റെ ഇതാണ് എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നുള്ള ആ സത്യം നമ്മൾ തിരിച്ചറിയണം. 1 കൊരിന്ത്യർ അധ്യായം 3, 16, 17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട്, ഓരോ ക്രൈസ്തവനോടും ഓരോ വിശ്വാസിയോടും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എത്രയോ പരിപാവനമായ ശരീരമാണ് നമ്മുടെ ശരീരം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. എൻ്റെ ഹൃദയം വിശുദ്ധ കുർബാന യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുന്ന വഴി ഇതാ ദേവാലയത്തിൽ സക്രാരിയിൽ ഈശോ വസിക്കുന്ന പോലെ എൻ്റെ ഹൃദയമാകുന്ന സക്രാരിയിൽ ഈശോ കടന്നു വരികയാണ്. ഇതാ മൗദീസ എന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം
മദ്യം വഴി നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിൽ, പരിശുദ്ധമായ എൻ്റെ ശരീരത്തിൽ അശുദ്ധിയായ മദ്യപാനം പ്രവേശിപ്പിക്കരുത് എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ അധ്യായം 6, 19, 20 തിരുവചനങ്ങൾ: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് നമ്മളോട് പറയാണ്. എന്താണ്? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു തന്റെ തിരുരക്തത്താൽ, യേശു തന്റെ തിരുമുറിവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് വചനം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 തെസ്സലോനിക്കർ അധ്യായം 4 വചനം 4: നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. അപ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ എങ്ങനെയാണ് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ അറിയണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഉന്നതമായ അറിവുകൾ നമുക്ക് നേടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു ക്രൈസ്തവൻ, ഒരു വിശ്വാസി നേടേണ്ട ഏറ്റവും ഉന്നതമായ അറിവിൻ്റെ ജ്ഞാനം പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ഏറ്റവും വലിയ അറിവ്, ഏറ്റവും വലിയ ജ്ഞാനത്തിൻ്റെ അറിവ് എൻ്റെ ശരീരത്തെ വിശുദ്ധിയോടെ മാന്യതയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ അധ്യായം 5 വചനം 10 ഇപ്രകാരം വെളിപ്പെടുത്തി തരികയാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മറന്നു പോകരുതേ. മദ്യപിക്കുന്ന വ്യക്തികളെ നിങ്ങൾ മറന്നു പോകരുതേ. മദ്യം വിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ മറന്നു പോകരുതേ. മദ്യം കുടിക്കുന്ന വ്യക്തി സ്വന്തം ശരീരത്തെ അശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നത് പോലെ മദ്യം വിറ്റ് ആ കുടിക്കുന്ന വ്യക്തികള് അവരനേകർ അശുദ്ധിയിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വചനം പറയാണ്, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക്, എൻ്റെ ശരീരത്തിലൂടെ ഞാൻ മദ്യപാനമെന്ന പാപം വഴി ചെയ്തിട്ടുള്ള തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ആരും കാണുകയില്ല, ഒരു സുഹൃത്തും കാണുകയില്ല, എത്ര പ്രിയപ്പെട്ടവരും കാണുകയില്ല. ഞാൻ മാത്രമാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ആ വലിയ ആത്മീയ ജ്ഞാനം തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് ദൂരെ പോകേണ്ട ഏറ്റവും വലിയ പാപമാണ് മദ്യപാനം എന്ന പാപം. ഇന്ന് ദേവാലയങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പരിശുദ്ധമായ ദിവ്യബലി പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്ന എത്രയോ വ്യക്തികളാണ് മദ്യപിച്ച് കടന്നു വരുന്നവർ. അവരുടെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ മദ്യപാനത്തിൻ്റെ ദുർഗന്ധം
നമുക്ക് അത് സ്വീകരിക്കുന്ന കാണുവാനായിട്ട് നമുക്ക് പറ്റും. എത്രയോ പേരാണ് മദ്യപിച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്നത്. നമ്മുടെ തിരുനാളുകൾ എത്രയോ പേരാണ് മദ്യപിച്ചിട്ട് ആ തിരുനാളുകളിൽ പങ്കെടുക്കുന്നത്. എത്രയോ പേരാണ് മദ്യപിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, സാത്താൻ യൂദാസിൽ പ്രവേശിച്ചത് ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ലേ? 1 കൊരിന്ത്യർ 11 അധ്യായത്തില്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ അല്ലാതെ സാത്താൻ യൂദാസിന്റെ ഉള്ളിൽ പ്രവേശിച്ചത്, അവൻ ഒരുക്കത്തോടെ അല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഇതാ യൂദാസിന്റെ ഉള്ളിലേക്ക് സാത്താൻ പ്രവേശിച്ചതുപോലെ ഒരുക്കമില്ലാതെ മദ്യപിച്ചൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ നാശത്തിന് കാരണമായി തീരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ തിരുനാളുകൾ, നമ്മുടെ ആഘോഷങ്ങൾ, സഭയിലെ കൂദാശകൾ, പരിശുദ്ധ കുർബാന, നമ്മുടെ ബാപ്റ്റിസം, നമ്മുടെ സ്ഥൈര്യലേപനം, നമ്മുടെ വിവാഹമെന്ന കൂദാശ, നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ, നമ്മുടെ ബർത്ത്ഡേ പാർട്ടികൾ, നമ്മുടെ വെഡ്ഡിങ് പാർട്ടികൾ, വിവാഹമെന്ന കൂദാശകൾ, ഏതെല്ലാം ആഘോഷങ്ങളുണ്ടോ ആഘോഷങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ ആഘോഷങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് അനേകരെ നമുക്കിതിനെതിരായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് വലിയ പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എഫെസൂസുകാർക്കെഴുതിയ ലേഖനം 4 അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. മദ്യത്താൽ നിറഞ്ഞ ആസക്തികളാൽ നിറഞ്ഞ വഞ്ചന നിറഞ്ഞ ആ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം അധ്യായം 6 വചനം 14 ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. 2 കൊരിന്ത്യർ അധ്യായം 5 വചനം 17 ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പഴയ മദ്യപാനം കടന്നുപോയി, മദ്യത്തിൻ്റെ ദുശ്ശീലം കടന്നുപോയി, മദ്യത്തിൻ്റെ കൂട്ടുകാർ കടന്നുപോയി, ആ ബന്ധങ്ങൾ കടന്നുപോയി, മദ്യത്തിൻ്റെ വിൽപ്പന കടന്നുപോയി, മദ്യം വിളമ്പുന്നത് കടന്നുപോയി. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ബോധപൂർവമായൊരു തീരുമാനമെടുക്കുക. പാപം വിളമ്പുന്നവരായിട്ട് നമ്മൾ മാറാതിരിക്കട്ടെ. പാപം കുടിക്കുന്നവരായിട്ട് നമ്മൾ മാറാതിരിക്കട്ടെ. ബോൾഡായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കുക. നമ്മുടെ ആഘോഷങ്ങളിൽ ഒരിക്കലും ഈ മദ്യം വിളമ്പുകയില്ല എന്നുള്ള ദൃഢമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. മദ്യം ഒരു കാരണവശാലും ഞാൻ എടുക്കുകയില്ല എന്നുള്ള തീരുമാനം, ബോൾഡായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, മദ്യം കഴിക്കുന്ന, മദ്യം വിൽക്കുന്ന, മദ്യം വീടുകളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, ഈ മദ്യപാനം മൂലം കുടുംബം തകർന്ന എല്ലാ കുടുംബത്തെയും, ഈ മദ്യപാനം മൂലം മുറിവേറ്റ എല്ലാ ജീവിത പങ്കാളിയെയും, ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയും, മക്കളെയും, മാതാപിതാക്കന്മാരെയും കർത്താവെ നിന്റെ തിരുമുമ്പിലേക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മദ്യപാനം ഞങ്ങൾ തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. ഇത് വലിയൊരു പൈശാചിക ബന്ധനമാണ്. അതെന്നെ ആത്മനാശത്തിലേക്ക് നയിക്കും. എൻ്റെ കുടുംബത്തെ തകർത്തതിൻ്റെ കാരണം, എൻ്റെ ദാമ്പത്യ ബന്ധം തകർന്നതിൻ്റെ കാരണം, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളും
രക്തബന്ധങ്ങളും തകർന്നതിൻ്റെ കാരണം, എൻ്റെ ജീവിതം തന്നെ ആത്മീയമായി തകർന്നതിൻ്റെ കാരണം മദ്യപാനമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം, കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ പിൻവലിക്കപ്പെട്ടതിൻ്റെ കാരണം മദ്യപാനമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും സ്വർഗത്തിൻ്റെ വലിയ ശക്തിയായി ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 1:8 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള എല്ലാ കെട്ടുകളിൽ നിന്നും, തഴക്കദോഷങ്ങളിൽ നിന്നും, മദ്യത്തിൻ്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും കർത്താവേ, ഈ മക്കൾ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൻ്റെ കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൻ്റെ ദുരാത്മാവിനെ, മദ്യത്തിൻ്റെ ബന്ധനത്തെ യേശുവിൻ്റെ തിരുനാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ ഈ നിമിഷം തന്നെ ഇവരിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ അടിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ മദ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യക്കുപ്പി ഈ നിമിഷം തന്നെ തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ, ഉടച്ചു കളയുവാനുള്ള കർത്താവെ തീരുമാനമെടുക്കുവാനുള്ള അഭിഷേകം നീ ചൊരിയണമേ. കുടുംബങ്ങളിൽ ഏതെങ്കിലും കുടുംബത്തിൽ, ഞങ്ങളുടെ ബേസ്മെന്റുകളോ ഏതെങ്കിലും മുറികൾ, മദ്യം വിളമ്പുന്ന മുറികളുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കുവാൻ, അതെല്ലാം കുടുംബ പ്രാർത്ഥനയുടെ സ്ഥലങ്ങളായിട്ട് മാറ്റുവാൻ കർത്താവെ ആ വലിയ തീരുമാനമെടുക്കുവാൻ നിന്റെ മക്കളെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഒഴുകിയിറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേക ശക്തി ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഈ കുടുംബത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖ വാളുവേന്തി വലിയ സ്വർഗീയ വ്യൂഹം മാലാഖമാരോടൊപ്പം ഇറങ്ങി വന്ന് ഈ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ പ്രിയപ്പെട്ട മക്കളെ തകർക്കുന്ന മദ്യത്തിന്റെ കെട്ടുകളിൽ നിന്ന്, മദ്യത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിശുദ്ധ മിഖായേൽ മാലാഖ കടന്നു വന്ന് വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി ഇവരെ അഭിഷേകത്തിന്റെ കൃപയിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.